നമസ്കാരം. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ പ്രായമായ ആളുകളും വളരെയധികം അവരുടെ ആരോഗ്യത്തെപ്പറ്റി വളരെയധികം കെയർഫുള്ളാണ്. ഭക്ഷണം കഴിക്കുന്നതും ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും വണ്ണം കുറയ്ക്കുന്ന കാര്യത്തിലും ശരീരത്തിൽ ചെറിയൊരു മാറ്റം അനുഭവപ്പെട്ടാൽ തന്നെ അതിനെപ്പറ്റി ശ്രദ്ധിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ റെഡിയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലോ അല്ലെങ്കിൽ വാട്സപ്പ് തുറന്നാലോ ഒരുപാട് ആൾക്കാർ ഹെൽത്ത് കോച്ചസും അല്ലെങ്കിൽ ഹെൽത്ത് കെയറി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരും സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഈ പ്രത്യേകിച്ച് ന്യൂട്രീഷൻ ഫുഡുകളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫുഡുകളൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഒരുപാട് ട്രെയിനീസ് ഉണ്ട്, ട്രെയിനിങ് ആൾക്കാർ. അപ്പോൾ നമ്മളോട് അടുത്ത് പറയും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ഈ നെറ്റിയുടെ കറുപ്പ് കാണാം. എന്നോട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ കറുപ്പ് മാറും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കും. കാരണം ഇത് ഈ കറുപ്പിനെ പറ്റി നമുക്ക് ഒരു വിഷമമുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഇത് എങ്ങനെയും മാറണമെന്ന് എഴുതിയിട്ട് ഇതെടുക്കും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രീഷൻ ഫുഡുകൾ പല ആൾക്കാരും നമ്മുടെ അടുത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല. അവർക്ക് ഇങ്ങനെ സെല്ല് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് പൈസ കിട്ടത്തുള്ളൂ. അവരവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. നല്ല രീതിയിൽ തന്നെ നല്ല ന്യൂട്രീഷൻ ഫുഡുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ പകുതി മുക്കാൽ ന്യൂട്രീഷൻ ഫുഡുകൾ വളരെയധികം ശരീരത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നമുക്കറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ലോക പ്രശസ്തരായ ആളുകൾ ഇതിനെ അഭിനയിക്കും. അതായത് അവർ ന്യൂട്രീഷൻ ഫുഡാണ് കഴിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 പ്ലെയർ അദ്ദേഹം ഈ ന്യൂട്രീഷൻ ഫുഡാണ് കഴിക്കുന്നത് കൊണ്ട് ഇവരുടെ ന്യൂട്രീഷൻ ഫുഡിൻ്റെ മെയിൻ പരസ്യത്തിൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളാണ് ഉള്ളത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടത്തപ്പം അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെഡ്യൂളിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഭക്ഷണ രീതി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇയാൾ ഈ ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് പറയുന്നു കരുതി. പക്ഷെ അയാളിത് പറഞ്ഞതേ ഇല്ല. അയാൾ കഴിക്കുന്നത് നോർമലി മുട്ട, പുഴുങ്ങിയ ചിക്കന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ നോർമലായിട്ട്, അതായത് നമുക്ക് വീട്ടിൽ ചുമ്മാ വെറുതെ പച്ചക്കറി കട ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ സാധനങ്ങൾ മാത്രമാണ് അയാൾ കഴിക്കുന്നതായിട്ട് അയാൾ പറയുന്നത്. അയാൾ ഒരിക്കൽ പോലും അയാളുടെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ ഈ ന്യൂട്രീഷൻ ഫുഡിനെ പറ്റി പറഞ്ഞില്ല. പക്ഷേ നേരെ തിരിച്ച് ഈ ഫുഡിൻ്റെ പരസ്യത്തിനകത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റിൽ ഇതാണ് കുടിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട്. കോടികൾ മേടിച്ചിട്ട് അവരഭിനയിക്കും. അവരുടെ റിയൽ ലൈഫ് ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. ഇത് കണ്ട് പാവം പിടിച്ച മനുഷ്യർ പോയി ഇത് ചെയ്യും. പക്ഷേ അത് വെച്ച് വരുന്ന ചില ദോഷഫലങ്ങളുണ്ട്. എനിക്കറിയുന്നൊരു വ്യക്തി, അദ്ദേഹം സ്ഥിരമായിട്ട് ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ന്യൂട്രീഷൻ ഫുഡ് അഡ്വൈസ് ചെയ്ത ആൾ, ഇവരുടെയൊക്കെ പ്രശ്നം പറഞ്ഞാൽ ഈ അഡ്വൈസ് ചെയ്യുന്ന ആളിൻ്റെ മറ്റും ഭാവം കണ്ടു കഴിഞ്ഞാൽ MBBS കഴിഞ്ഞ് ഏറ്റവും വലിയ സംഭവം കഴിഞ്ഞ് നിൽക്കുന്നതെന്നാണ് കരുതുന്നത്. ഇവർക്ക് സപ്പോർട്ടീവായിട്ട് കുറേ ഡോക്ടേഴ്സും കാണും. കാരണം ഈ കള്ളന്മാർ എല്ലായിടത്തും ഉണ്ട്. ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞാലും എത്തിക്സ് ഉള്ള ഡോക്ടേഴ്സ് എല്ലാവരും ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൈസയ്ക്ക് വേണ്ടി ഈ എത്തിക്സൊക്കെ കളഞ്ഞ ഒരുപാട് ഡോക്ടേഴ്സുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഈ ഡോക്ടർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ ഡോക്ടർ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പറയുന്നേക്കാം. പക്ഷേങ്കിൽ ഈ മനുഷ്യൻ രാവിലെ ഈ ഡ്രിങ്ക്സ് കുടിക്കുമായിരുന്നു, അവർ പറയുന്ന ഷേക്ക് പോലെ സാധനം കുടിക്കുമായിരുന്നു. വൈകിട്ട് ഇവർ പറയുന്ന കുറേ ടാബ്ലറ്റും ഈ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ കഴിക്കുമായിരുന്നു. അദ്ദേഹത്തിന് വണ്ണമൊക്കെ ഒരു ഇതൊക്കെ കുറഞ്ഞു വന്നു. പക്ഷേ ഒരു സഡൻ ടൈം ആയപ്പം ഈ വണ്ണം അങ്ങ് സ്റ്റേബിളായി, അത് കുറയുന്നില്ല, താഴോട്ട് പോകുന്നില്ല. അപ്പം ഈ ട്രെയിൻ ചെയ്യുന്ന ആൾ പറയുന്നില്ല നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കരമായിട്ട് ഇയാളെ അങ്ങ് വർക്കൗട്ട് ചെയ്യിപ്പിക്കാനും ഈ ഡ്രിങ്ക്സ് കുടിക്കുന്നതിനെ പറ്റി അയാൾ ഹെൽത്ത് കുറച്ചുകൂടെ കോൺഷ്യസ് ആവുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇതാണ്. അപ്പം ഇവർക്ക് എങ്ങനെയായിട്ട് ഇത് വെയിറ്റ് പിന്നെ ലോസ് ആവുന്നില്ല. അപ്പം ഉടനെ ആ ഇൻസ്ട്രക്ടർ പറഞ്ഞൊരു കാര്യം, ഉച്ചക്കത്തെ ഭക്ഷണം നിങ്ങൾ കട്ട് ചെയ്യാൻ പറഞ്ഞു, അത് ഈ ഭക്ഷണമാക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തന്ത്രമാണ്. കാരണം നമ്മൾ ഒരു മാസത്തേക്ക് തരുന്ന പ്രോഡക്റ്റ് രാവിലെ വൈകിട്ട് ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് ഒരു മാസമായിരിക്കും. ഉച്ചയ്ക്ക് കൂടെ ഉപയോഗിക്കണമെങ്കിൽ ആ പ്രോഡക്റ്റ് അങ്ങ് തീരും. ചിലപ്പം 30 ദിവസം ഉപയോഗിക്കേണ്ട സാധനം ചിലപ്പം 10-12 ദിവസം കഴിയുമ്പോൾ സാധനം തീരും. അപ്പോൾ വീണ്ടും നമ്മൾ മേടിക്കും. ഈ ഓരോ പ്രാവശ്യം മേടിക്കുന്നതോറും അവർക്ക് ലാഭമാണ്, അവരുടെ സാധനം വിറ്റഴിയുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഉച്ചയ്ക്ക് കൂടെ കഴിക്കാമോ. ഞങ്ങൾ ഉച്ചയ്ക്ക് കൂടെയും പുള്ളി നോർമൽ ഭക്ഷണം ഉപേക്ഷിച്ച് ഈ 3 നേരവും ഇവരുടെ ഭക്ഷണം ഇവർ കൊടുക്കാൻ ടാബ്ലറ്റും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ശരിയാണ് വീണ്ടും വണ്ണം കുറയാൻ തുടങ്ങിയെങ്കിലും ഇയാൾ ഒരു ദിവസം പെട്ടെന്ന് തളർന്നു പോയെന്നല്ല ഉദ്ദേശിക്കുന്നത്, ടോട്ടലി കുഴഞ്ഞു പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ ആദ്യമേ ഡ്രിപ്പ് ഇട്ടു. അയാൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഒരു ഇത് നോക്കിയായി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താണ് പ്രശ്നം, നിങ്ങളുടെ റൊട്ടീൻ എന്താണ്, എന്തൊക്കെയാണ് കഴിക്കുന്നത് വെച്ചപ്പം
അയാൾക്ക് ഇത് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇപ്പം നിർത്തിക്കോളാൻ പറഞ്ഞു. കാരണം അയാളെ വളരെ മോശമായ രീതിയിൽ ശരീരത്തിനെ ബാധിച്ചു. കാരണം ഞാനീ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ന്യൂട്രീഷൻ ഫുഡിനും എതിരെ സംസാരിക്കുന്നതല്ല. ന്യൂട്രീഷൻ ഫുഡ് കഴിച്ച് നിങ്ങളുടെ വെയിറ്റ് ലോസ് ആവണോ അല്ല വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. പക്ഷേങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നതല്ല എപ്പോഴും. ഇത് കഴിക്കുന്ന കാരണം നിങ്ങളുടെ ശരീരത്തിലെ ഇന്നർ ഓർഗൻസിന് എന്തെങ്കിലും രീതിയിൽ ഡാമേജ് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഫോൺ ചെയ്ത് ചിലപ്പോൾ ഉപദേശിക്കാൻ പല ആൾക്കാരും കാണും. നിങ്ങൾ അത് ചെയ്യ്, ആ മരുന്ന് കഴിക്കുക, ഇത് കുറയ്ക്കുക, ഇത് കഴിക്കണ്ട എന്നൊക്കെ പറയാൻ കാണും. പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ നിങ്ങൾ കേസിന് പറയാനോ കേസ് വിധിയോ കോടതി വിധിയോ ഒക്കെ വരുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് നിങ്ങൾ വലിയൊരു രോഗിയായി ചിലപ്പോൾ ജീവിതം നഷ്ടപ്പെട്ടിട്ട് എന്ത് കേസ് ജയിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ശ്രദ്ധിക്കുക, ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നതെല്ലാം പരസ്യം കണ്ട് പുറകെ പോകല്ല. നിങ്ങൾ ഉപയോഗിച്ചു കൂട്ടത്തിൽ ഒരു ഡോക്ടറെ കൂടെ ഇടയ്ക്ക് കാണണം. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.